നമസ്കാരം, ഞാൻ ആർദ്ര കൃഷ്ണ അല്ലെങ്കിലേക്ക് പെർസ്പെക്റ്റീവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എസ്സേയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഴുത്തുകാരികളിൽ ഒരാളായ കമലാദാസിന്റെ മൈ സ്റ്റോറിയെ പറ്റിയാണ്. 3 തരത്തിലെ വായനക്കാരാണ് ഈ പുസ്തകത്തിനുള്ളത്. ഒന്ന്, ഈ പുസ്തകം ഇഷ്ടപ്പെട്ടവർ. 2, ഇത് ഇഷ്ടപ്പെടാത്തവർ. 3, ഇഷ്ടപ്പെട്ടാലും അത് പുറത്തങ്ങ് സമ്മതിക്കാത്തവർ. കേരളത്തിൽ ഈ പുസ്തകം ഇറങ്ങുന്നത് 1973-ലായിരുന്നു. അതേവരെ ഉണ്ടായിരുന്ന സ്ത്രീ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിൽ ആ സമയത്ത് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സ്ത്രീ എങ്ങനെ ഇരിക്കണം, ഒരു ഐഡിയൽ വുമൺ എങ്ങനെ ഇരിക്കണം എന്നുള്ള ഐഡിയാസിനെ എല്ലാം പാടെ ഉടച്ച ഒരു പുസ്തകമായിരുന്നു ഇത്. കുറേ പേര് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കമലാദാസിന്റെ ക്യാരക്ടർ അസാസിനേഷൻ വരെ ചെയ്യാൻ തുടങ്ങി. Although the book received a lot of love and support, it got a lot more attention for being so vocal about a woman's needs, desires, wants and even life purposes. കമലാദാസ് ഈ പുസ്തകത്തിലൂടെ സ്ത്രീ വെറും ഒരു ഒബ്ജക്റ്റ് ഓഫ് പ്ലെഷർ അല്ലെങ്കിൽ ഒരു ആണുങ്ങളുടെ ഡിസയറിന് മാത്രമുള്ള ഒരു വസ്തുവല്ല എന്നുള്ള കോൺസെപ്റ്റ് ഉടച്ചു കളഞ്ഞു. പെണ്ണായി ജനിച്ച സമയം മുതൽ സോഷ്യൽ കണ്ടീഷനിങ്ങും വീട്ടിലുള്ള ഷോവനിസ്റ്റിക് പ്രാക്ടീസസ് കാരണം ഒരു പെൺകുട്ടി ചെറുപ്പം മുതലേ അവളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാതെ പോകുന്നു. ആൻഡ് ഇവൻച്വലി വെൻ ഷീ ബിക്കംസ് എ വുമൺ, ഷീ ഈസ് സ്കെയർഡ് ടു ഗോ അഹെഡ് ആൻഡ് ലിവ് എ ലൈഫ് ഓഫ് ഹർ ഡ്രീംസ്. അതാണ് കമലാദാസ് ഈ സൃഷ്ടിയിലൂടെ നമുക്ക് പറഞ്ഞുതരാൻ ശ്രമിച്ചത്. ഈ പുസ്തകത്തിൽ ഞാൻ മനസ്സിലാക്കിയ 3 പ്രധാനപ്പെട്ട തീംസാണ് ഈ വീഡിയോ ലെസയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട്, ഒപ്രഷൻ ഒരു മൈൻഡ് സെറ്റ് ആണെന്നുള്ള കാര്യം. പേട്രിയാർക്കൽ സിസ്റ്റത്തിൽ സ്ത്രീകളെ ഒപ്രസ് ചെയ്യപ്പെടുന്നത് അത് ആണുങ്ങളുടെ മാത്രം കോൺട്രിബ്യൂഷൻ അല്ല, സ്ത്രീകൾക്കും അതിൻ്റെതായ പങ്കുണ്ടെന്ന് കമലാദാസ് നമുക്ക് അവരുടെ സൃഷ്ടിയിലൂടെ മനസ്സിലാക്കി തരുന്നു. മേജർ ലൈഫ് ഡിസിഷൻസ് ലൈക്ക് ഈവൻ ചൂസിങ് എ ലൈഫ് പാർട്ട്ണർ അതുവരെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ആൾക്കാർ ചെയ്യുന്നത്. സ്ത്രീകളോട് കൺസൾട്ട് ചെയ്തിട്ടുമല്ല, അവരുടെ വീട്ടിലെ കാരണവരും അല്ലെങ്കിൽ മൂത്ത ആണുങ്ങളും അവരൊക്കെയാണ് അവർക്ക് വേണ്ടി തീരുമാനിക്കുന്നത്. കമലാദാസിന്റെ കാര്യത്തിൽ അവരുടെ വിവാഹം നടക്കുന്നത് 15-ാം വയസ്സിലാണ്, to a man who was twice as older than her. പെൺപിള്ളേരെ ചെറുപ്പം മുതൽ ഇങ്ങനെ അടിച്ചമർത്തി വളർത്തുന്നതുകൊണ്ട് അവർക്ക് വലുതാകുമ്പോൾ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനുള്ള ധൈര്യമില്ലാതെ പോകുന്നു. അതാണ് ഈ ഒരു ഒപ്രസീവായ സിസ്റ്റത്തിന്റെ പ്രശ്നം. ഇങ്ങനെ ഒരു പെണ്ണ് അനുഭവിക്കുന്ന ഡിലേമ വളരെ റിയലിസ്റ്റിക് ആയ രീതിയിൽ കാണിച്ചത് സിനിമയാണ് ഈഡ. ഈഡയിൽ ഐശ്വര്യയുടെ അച്ഛന്റെ പൊളിറ്റിക്കലായ നേട്ടങ്ങൾക്ക് വേണ്ടി ഐശ്വര്യ, ഒരു എഡ്യൂക്കേറ്റഡ് ആൻഡ് പ്രോഗ്രസീവായ ഒരു പെൺകുട്ടി, അവളോട് പോലും അവളുടെ അച്ഛനും അവളുടെ കുടുംബക്കാരും ചോദിക്കുന്നില്ല അവൾ ആരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അമ്മേനോട് ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടെന്ന്. സ്കോളർഷിപ്പ് കിട്ടിയ ഞാൻ US-ലേക്ക് പോകാൻ വേണ്ടി നിൽക്കല്ലേ. അതിന് കല്യാണമല്ലല്ല, കല്യാണം ഉറപ്പിക്കാനുള്ള മുഹൂർത്തം നോക്കാനല്ലേ പോയിന്. ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും പവർ കൂടുതലുള്ള ആള് പവർ കുറഞ്ഞ ആളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അത് തന്നെയാണ് ഈ മെട്രിയാക്കിയും പെട്രിയാക്കിയുടെ ഒക്കെ നെഗറ്റീവ് കോൺസിക്വൻസസിന്റെ കാരണം. ഇപ്പോൾ ഒരു ജെൻഡറിന് മാത്രം എല്ലാ പവറും കിട്ടിക്കഴിഞ്ഞാൽ അവരെക്കാളും താഴെ നിൽക്കുന്ന ജെൻഡറിനെ അല്ലെങ്കിൽ ആൾക്കാരെ അവർ മുതലെടുക്കാൻ ശ്രമിക്കും. മെട്രിയാക്കി ആൻഡ് പെട്രിയാക്കി ആൻഡ് ഹൗ ടോക്സിക് മാസ്കുലിനിറ്റി ഈസ് ബോൺ, അതെല്ലാം നമുക്ക് വളരെ ഭംഗിയായ രീതിയിൽ മനസ്സിലാക്കി തന്ന സിനിമയാണ് ഒഴിമുറി. ഒഴിമുറി എന്ന സിനിമയിൽ താണുപിള്ള എന്ന കഥാപാത്രത്തിന്റെ അമ്മ ഒരു മേട്രിയാക്കായിരുന്നു. വെൻ മേട്രിയാക്കൽ സിസ്റ്റം യൂസ് ടു എക്സിസ്റ്റ് ഇൻ കേരള. അവരപ്പോൾ അവരെ കല്യാണം കഴിക്കുന്ന ഭർത്താക്കന്മാരെ പടിയടച്ച് പിണ്ടം വയ്ക്കും വൺസ് ഷീസ് ഡൺ വിത്ത് ഹർ നീഡ്സ്. അപ്പോൾ താണുപിള്ള വളരെ ചെറുപ്പത്തിലെ താണുപിള്ളയുടെ അച്ഛന് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്ന കണ്ടിട്ടുണ്ട്. അയാളുടെ അച്ഛനുണ്ടായ ഈ ദുരനുഭവം കണ്ടുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ താണുപിള്ള തീരുമാനിക്കുന്നു സ്ത്രീകളെ ഒരിക്കലും അയാൾ ബഹുമാനിക്കത്തില്ല എന്ന്. അതുകൊണ്ട് അയാൾ വളരെ ഒരു അബ്യൂസീവായ ഒരു ഹസ്ബൻഡായി മാറുന്നു. അയാളുടെ ഭാര്യയെ ഒരു മൃഗത്തിനെ പോലെയായിരുന്നു ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ജസ്റ്റ് ബിക്കോസ് ഹീ സ്കെയർഡ് ദാറ്റ് അയാളുടെ ഭാര്യയ്ക്ക് ഇച്ചിരി സ്നേഹമോ മര്യാദയോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ അച്ഛൻ അനുഭവിച്ച വിധി അയാൾക്കുണ്ടാകുമായിരിക്കുമെന്ന്. The third main theme and the most probably relevant theme for all of us as women is how to overcome pettiness. കമലാദാസ് ഈ പുസ്തകത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് when she was succeeding in her career അവരെക്കുറിച്ച് ആദ്യത്തെ റൂമർ എപ്പോഴും പറഞ്ഞുണ്ടാക്കുന്നത് മറ്റ് സ്ത്രീകളായിരുന്നു എന്ന്. സ്ത്രീകൾ ഈ നിസ്സാര കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ വലിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാമെന്ന് മൈ സ്റ്റോറി നമുക്ക് മനസ്സിലാക്കി തരുന്നു. പക്ഷേ പല സ്ത്രീകളും ഒരു വളരെ ലോവർ വൈബ്രേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. They are very petty, they focus on things that are not important and they are more focused on making mountains out of molehills. നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾ, ഇപ്പോൾ അമ്മയായാലും അമ്മായിയമ്മ ആയാലും സിസ്റ്റർ ഇൻ ലോ അല്ലെങ്കിൽ ഭാര്യമാർ തന്നെ ആയാലും അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് തന്നെ ആയാലും അവർ പെറ്റി ആകുന്നത് കൊണ്ട് കുടുംബങ്ങളിൽ എത്ര വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് മനസ്സിലാക്കി തന്ന സിനിമയാണ് തലയണ മന്ത്രം. തലയണ മന്ത്രത്തിലെ കാഞ്ചന ഒരു വളരെ ജെലസ് ആൻഡ് വളരെ പെറ്റിയായ സ്ത്രീയാണ്. അവരൊരു ഹൗസ് വൈഫാണ്, പക്ഷേ അവരുടെ സിസ്റ്റർ ഇൻ ലോ അവരൊരു വർക്കിംഗ് വുമൺ ആണ്. എന്നെ അമ്മയുടെ ഒരു മോൻ കെട്ടിക്കൊണ്ട് വന്നതാ. ശൈലജ വന്നേ പിന്നെ എന്നെയും മോളെ ആർക്കും വേണ്ട. അതിന് മാത്രം ഇവിടെ എന്തുണ്ടായിരുന്നാ ഞാൻ ചോദിക്കുന്നത്. ഒരേ പന്തിയിൽ 2 തരം ഊണ് വിളമ്പുന്നത് ശരിയല്ലമ്മേ. അവർക്കാണെങ്കിൽ അവരുടെ സിസ്റ്റർ ഇൻ ലോ ആയ ശൈലജയോട് ഭയങ്കര ജലസിയാണ്. ആൻഡ് ജലസി കാരണം അവരുടെ ഭർത്താവിനോട് തലയണ മന്ത്രം ഓതിക്കൊണ്ടിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഭർത്താവും
ഭർത്താവിന്റെ ബ്രദറുമായിട്ട് വീട്ടിൽ റിഫ്റ്റ് ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് ചേട്ടൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എനിക്കറിയില്ലമ്മേ. നിന്റെ ഭാര്യയെ നീ മര്യാദ പഠിപ്പിക്കണം. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ചേട്ടൻ തലേ കയറില്ല. അവര് കുത്തിവെച്ച വിഷം കയറി ചേട്ടന്റെ തല വരുത്തുപോയി. സൂക്ഷിച്ച് സംസാരിക്കണം. ഇവൻച്വലി കാഞ്ചനയുടെ ഈ ഒരു ജലസിയും പെറ്റി നേച്ചർ കാരണം അവളുടെ ജീവിതത്തിലും അവളുടെ കുടുംബത്തിലും എല്ലാം ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാഞ്ചന മാത്രമേ ഉള്ളൂ വളരെ പെറ്റി. അവളുടെ ഫാമിലിയിലെ ബാക്കിയുള്ള സ്ത്രീകൾ, അവളുടെ അമ്മായിയമ്മ ആയാലും അവളുടെ സിസ്റ്റർ ഇൻ ലോ ആയാലും അവരൊക്കെ വളരെ ഇവോൾവ് ആയ സ്ത്രീകളാണ്. ദേ ആർ നോട്ട് ജെലസ്, ദേ ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹെർ. പക്ഷെ അവളാണ് ജെലസ്. അതുകൊണ്ട് അവളുടെ ഇമോഷൻസ് ആണ് പ്രൊജക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവൾക്ക് ഇപ്പോൾ റിയലി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കുണ്ടെങ്കിൽ ശൈലജയോട് ചോദിക്കാമായിരുന്നു, എങ്ങനെയാണ് ജോലി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത്, എനിക്കും പഠിക്കണം എന്തെങ്കിലും. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഷീ ഡിസൈഡ്സ് ടു ഡു ദീസ് ബാക്ക് ഹാൻഡഡ് ടാക്ടിക്സ് ലൈക്ക് bitching about her sister-in-law, manipulation, husband മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് പല സ്ത്രീകളും മറ്റ് സ്ട്രോങ്ങർ ആൻഡ് സക്സസ്ഫുൾ ആയ സ്ത്രീകളുടെ എനിമീസ് ആയി മാറുന്നത്. Rather than looking out for inspiration, they try to bring the other women down through their cheap tricks. അതേപോലെ സ്ത്രീകൾ ഈ നിസ്സാര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചിട്ട് വലിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാജിക്കലായ കാര്യങ്ങൾ സംഭവിക്കാമെന്ന് മനസ്സിലാക്കി തന്ന സിനിമയാണ് ഹൗ ഓൾഡ് ആർ യു. ഹൗ ഓൾഡ് ആർ യുവിലെ നിരുപമ വാസ് ഗോയിങ് ത്രൂ എൻ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. അപ്പോഴായിരുന്നു അവര് സൂസൻ എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ കാണുന്നത്. നിരുപമ കൃഷ്ണൻ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനൊരു തെളിവ് വേണം. ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കാതെ കടന്നു പോകേണ്ട ആളല്ല നീ. യുവർ ഡ്രീം ഇസ് യുവർ സിഗ്നേച്ചർ. സൂസൻ നിരുപമയെ കാണുമ്പോൾ ഷീ എൻകറേജസ് ഹർ ടു റിമെമ്പർ ദ ഗേൾ ഷീ യൂസ് ടു ബി ഇൻ കോളേജ്. എത്ര വിഷണറി ആയിരുന്നു അവൾ, എത്ര കോൺഫിഡന്റ് ആയിരുന്നു. സൂസൻ ഒരു ഇവോൾവ് ആൻഡ് സെക്യൂർ ആയ സ്ത്രീ ആയതുകൊണ്ട് ഷീ ഈസ് ഏബിൾ ടു മോട്ടിവേറ്റ് നിരുപമ. അവൾ ഒരു ജെലസ് ആയ ലേഡി ആയിരുന്നെങ്കിൽ ഷീ വുഡന്റ് ഹാവ് ഷെയർഡ് ഹർ സക്സസ് സ്റ്റോറീസ് ഓർ എൻകറേജ്ഡ് നിരുപമ. നിരുപമ ഇസ് ഓൾസോ ഓപ്പൺ ടു ഫീഡ്ബാക്ക് ലൈക്ക് മോസ്റ്റ് പീപ്പിൾ ഹു വോണ്ട് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. നിരുപമ സൂസൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് അവളുടെ എഫേർട്സിലൂടെ ഓർഗാനിക് ഫാമിങ്ങിന്റെ ആ ഒരു സംരംഭം സക്സസ്ഫുൾ ആക്കാൻ ശ്രമിക്കുന്നു. സ്ത്രീകൾ കുശുമ്പും കുന്നായ്മയും കാണിക്കാതെ മറ്റ് സക്സസ്ഫുൾ ആയ സ്ത്രീകളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം, അത് നല്ല മാറ്റങ്ങൾ ഉണ്ടാകാം എന്നീ സിനിമകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. മൈ സ്റ്റോറി എന്ന പുസ്തകം കമലാദാസിന്റെ മാത്രമായ ഓട്ടോബയോഗ്രഫി അല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഫിക്ഷണൽ ഓട്ടോബയോഗ്രഫി. ഓഫ് കോഴ്സ് ദെയർ വുഡ് ബി പേഴ്സണൽ ഇൻസ്റ്റൻസസ്, പക്ഷേ ഇറ്റ്സ് ഓൾസോ എ കമ്പൈലേഷൻ ഓഫ് സ്റ്റോറീസ് ഓർ ഇൻസ്റ്റൻസസ് ദാറ്റ് മെനി വിമൻ ആൻഡ് ഗേൾസ് ഗോ ത്രൂ. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ ദർസ് എ വെരി ഹൈ ലെവൽ ഓഫ് റിലേറ്റബിലിറ്റി. അതുകൊണ്ടാണ് ഈ പുസ്തകം വളരെ സക്സസ്ഫുൾ ആയത്. ആ കാലത്ത് തന്നെ സെറിബ്രൽ ഇക്വാലിറ്റി ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഉണ്ടാകണമെന്നും ദാമ്പത്യത്തിൽ പോലും ഒരു കൺസെന്റ് എന്ന കാര്യം അതിന്റെ ഇമ്പോർട്ടൻസ് വരെ ഡിസ്കസ് ചെയ്ത പുസ്തകമാണിത്. ആസ് എ റീഡർ, ദി അൾട്ടിമേറ്റ് ടേക്ക് അവേ ഫ്രം ദിസ് ബുക്ക് ഇസ് ദ ഫാക്ട് ദാറ്റ് കമലാദാസ് നമ്മൾ എല്ലാവരും റിമൈൻഡ് ചെയ്യുന്നത് ദാറ്റ് വിമൻ നിങ്ങളുടെ സർക്കംസ്റ്റാൻസസിന്റെ വിക്ടിം ആകാൻ പാടില്ലെന്നാണ്. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ ശക്തിയുണ്ട് ടു റൈസ് അബവ് ദോസ്. അതിന് ചിലപ്പോൾ നിങ്ങൾ വളരെ പ്രാക്ടിക്കലായ സ്റ്റെപ്സ് എടുക്കേണ്ടി വരും. ആൻഡ് ദാറ്റ് ഇൻവോൾവ്സ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡെവലപ്പിംഗ് എ സ്കിൽ. കമലാദാസിന്റെ ജീവിതത്തിലും കുറേ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും മാരിറ്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഹർ റൈറ്റിംഗ് കെപ്റ്റ് ഹർ സെയിൻ ആൻഡ് ഫുൾഫിൽഡ്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ പേഴ്സണൽ ലൈഫിൽ അവളുടെ പ്രൊഫഷണൽ ലൈഫ് വാസ് ഫ്ലറിഷിംഗ്. ഷീ യൂസ്ഡ് ഓൾ ഹർ എനർജി ഇൻ ടു സംതിങ് മോർ പ്രൊഡക്റ്റീവ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ലെസൺ ഫ്രം ദിസ് ബുക്ക്. സ്ത്രീകൾ അവരുടെ ഉള്ളിലുള്ള ശക്തി മനസ്സിലാക്കി അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ ഇഗ്നോർ ചെയ്യാതെ അതൊരു സ്കില്ലാക്കി മാറ്റി എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് രണ്ടു കാലം നിൽക്കാൻ പറ്റത്തുള്ളൂ. And only when you are able to support yourself, there won't be any situation of exploitation. ഇനിയിപ്പോൾ ഏതൊരു ദുരവസ്ഥ വന്നാൽ പോലും ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു വരുമാനമോ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആരെയും നമ്പാതെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം അതിൻ്റെതായ എല്ലാ അർത്ഥത്തിലും അനുഭവിക്കാനും പറ്റത്തുള്ളൂ. കമലാദാസ് ഇപ്പോൾ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസിനൊക്കെ ഓർത്ത് അവരുടെ ലൈഫ് പർപ്പസ് ഫോളോ ചെയ്യാതിരുന്നെങ്കിൽ ഈ സൃഷ്ടി ഒരിക്കലും നമുക്ക് കിട്ടത്തില്ലായിരുന്നു. ഓൾദോ ദിസ് ബുക്ക് വാസ് വേ അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. ഈ പുസ്തകത്തിലെ സത്യസന്ധത കാരണമാണ് 45 വർഷം കഴിഞ്ഞിട്ട് പോലും നമ്മൾ ഇതിനെ ഇന്നും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. If this is not the mark of a great writer, then what is? That's all for this episode of Perspective. I want to thank all of you who had supported me with your likes and comments and views and subscriptions. Thank you so much for giving me the love and the support and the feedback. Before we end this video, I would like to know whether you would want these videos in English. Let us know in the comment section.